സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദിനിയും സൂര്യയും ചേർന്ന് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നുണ്ട്. ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. നന്ദിനിക്ക് കൂട്ടായി ആരതിയും ഭർത്താവും കൂടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് നന്ദിനിയെ വീട്ടിൽ അന്വേഷിക്കുന്നത്. പത്മയും മകളും ഒക്കെ ചോദിക്കുന്നുണ്ട് നന്ദിനി എവിടെയെന്ന്. എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നുണ്ട്. നന്ദിനിയെയും സൂര്യയെയും ഒരുപോലെ കാണാനുണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ വന്ന് പറയുന്നത് നന്ദിനിയെയും സൂര്യയെയും അമ്പലത്തിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുക. നിങ്ങൾ എന്തിനാ അവളുടെ കൂടെ പറഞ്ഞു വിട്ടത്? അവന്റെ കൂടെ പോണമെങ്കിൽ ഞാനോ ഇവിടെ വേറെ ആരെങ്കിലും പോവില്ലേ? അവളുടെ കൂടെ നിങ്ങൾ എന്തിനാ പറഞ്ഞു വിട്ടെ എന്ന് ദേഷ്യത്തില് പത്മ ചോദിക്കുന്നുണ്ട്. എന്റെ പത്മേ, ആരുടെ കൂടെ പോയാൽ എന്താ? അമ്പലത്തിൽ പോയി തൊഴുതാ പോരെ? സൂര്യയുടെ കാര്യം നിനക്ക് അറിയുന്നല്ലേ. അവന് ദേഷ്യം വന്നാല് എന്താ ചെയ്യാ പ്രവർത്തിക്കാനൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പിന്നെ നന്ദിനിയെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ കൂടെ വിട്ടത്. അവന് പെട്ടെന്ന് വയ്യാതായി തല കറങ്ങി വീണ സമയത്ത് ഞാൻ നേർന്ന വഴിപാടാ. അത് നടത്താനായിട്ടാ നന്ദിനിയുടെ കൂടെ പറഞ്ഞു വിട്ടിരിക്കുന്നെ. അത് അത്രയങ്ങ് വിശ്വസിക്കുന്നൊന്നും ഉണ്ടായിരിക്കില്ല പത്മയും മോളും. പിന്നീടായിട്ട് അച്ഛൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഹൗ ഇത്തവണ രക്ഷപ്പെട്ടു. അങ്ങനെ സൂര്യയെയും നന്ദിനിയെയും ഒന്നിപ്പിച്ച് അവരെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അച്ഛന്റെ തീരുമാനം. അതായത് അച്ഛൻ എത്രയും വേഗം ഒരു പേരക്കുട്ടിയെ വേണം. അതാണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായിട്ടാണ് രണ്ടുപേരെയും അടുപ്പിക്കാനായി ഇതുപോലെ ട്രിപ്പൊക്കെ പറഞ്ഞു വിടുന്നത്. ഇതെങ്ങാനും പത്മ അറിഞ്ഞാല് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ അച്ഛനും അതുപോലെ സൂര്യയുടെ ഫ്രണ്ടും ചേർന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. നന്ദിനിയെയും സൂര്യയെയും വെച്ച് രണ്ടുപേരും വളരെ റൊമാൻറ്റിക്കായി നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നന്ദിനി ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും നിർബന്ധപ്രകാരം നന്ദിനിയെ നിന്നു കൊടുക്കുന്നുണ്ട്. സൂര്യ ആണെങ്കില് അമ്മയെ ചൊടിപ്പിക്കുന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്യണം, അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് സൂര്യയും അങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുക. അച്ഛൻ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും വീട്ടിലെ വേലക്കാരി. അപ്പൊ തന്നെ സൂര്യയെ കല്യാണം തീരുമാനിച്ച പെൺകുട്ടിക്ക് വിളിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതോടുകൂടി ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. പെട്ടെന്ന് റിസോർട്ടിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ആ കുട്ടിക്ക് സൂര്യ എന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സൂര്യയെ സ്വന്തമാക്കണം എന്നായിരിക്കും ആ പെൺകുട്ടിയുടെ തീരുമാനം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എടുത്ത ഫോട്ടോസ് എല്ലാം കാണിക്കാനായി വീട്ടിലോട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ രണ്ട് പെൺകുട്ടികളായിട്ട് വീട്ടിലോട്ട് കയറി വരുന്നു. അങ്ങനെ ഇവിടെ ആരും ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ആള് മാറിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആള് മാറിയതൊന്നുമല്ല, ഇവിടുത്തെ സൂര്യ സാറിന്റെ ഫോട്ടോസാ. നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നു. സൂര്യയുടെ ഫോട്ടോയാണെന്ന് പറയുമ്പോ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഫോട്ടോ കാണിച്ചു തരാനായിട്ട് പറയുന്നു. ആ പെൺകുട്ടിയാണെങ്കില് സൂര്യയും നന്ദിനിയും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്നതും ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, പുറത്തുനിന്ന് ഒരാൾ വന്ന് നിൽക്കുമല്ലേ. ആ പെൺകുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, മാഡം ഇതിൽ നല്ല ഫോട്ടോസ് സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പൊ ലാപ്ടോപ്പ് വെച്ച് പൊക്കോ, അങ്ങോട്ട് എത്തിക്കാം എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നു. അവര് പോകുന്നതും ദേഷ്യത്തോടു കൂടി അച്ഛന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. എന്നാ ഒന്നും പറയാനാവാതെ ആകെ തല താഴ്ത്തിയാണ് അച്ഛൻ നിൽക്കുന്നത്. അച്ഛൻ തന്നെയാണല്ലോ സൂര്യയെയും നന്ദിനിയെയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. പറ, നിങ്ങൾ ചേർന്നിട്ടല്ലേ അവരെ പറഞ്ഞു വിട്ട്? ഈ ഫോട്ടോ എവിടെ നിന്ന് എടുത്തതാ എന്നൊക്കെ അച്ഛനെ ചോദ്യം ചെയ്യുന്നു പത്മ. അതോടുകൂടി സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞാൻ തന്നെയാ അവരെ പറഞ്ഞു വിട്ടത്. എങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന്? റിസോർട്ടിലോട്ട്. അവരെ രണ്ടുപേരെയും നിങ്ങൾ തനിച്ച് റിസോർട്ടിലോട്ട് പറഞ്ഞു വിട്ടു അല്ലേ എന്നൊക്കെ പറഞ്ഞ് പത്മ കല്ലി തുള്ളുന്നുണ്ടായിരിക്കും. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. മക്കളെയും കൂട്ടി വേഗം തന്നെ പത്മ വണ്ടിയിൽ കയറുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനെയും കയറ്റുന്നു. നേരെ റിസോർട്ടിലോട്ട് പോകുന്നു. ഈ സമയത്താണെങ്കിൽ അവിടെ മറ്റൊരു പ്ലാൻ അരങ്ങേറുന്നുണ്ടായിരിക്കും. നന്ദിനിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള പ്ലാൻ. അങ്ങനെ സൂര്യ കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുക. ഈ സമയത്ത് ആരതിയെയും ഭർത്താവിനെയും അവിടെ നിന്ന് ഒരു ഓഫർ ഉണ്ട് കടയിലെന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അതും നമ്മുടെ സൂര്യയെ ആദ്യം കല്യാണം തീരുമാനിച്ച പെൺകുട്ടിയായിരിക്കും. അങ്ങനെ നന്ദിനി തനിച്ചായിരിക്കും. അന്നത്തെ ദിവസം നന്ദിനി വല്ലാത്ത സങ്കടത്തിലായിരിക്കും. കാരണം സൂര്യ ഇങ്ങനെ കുടിച്ച് ലെക്ക് കേട്ട് കിടക്കുക. അങ്ങനെ വീട്ടിലെല്ലാവരും അറിഞ്ഞാല് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഓർത്ത് വലിയ വിഷമത്തിലായിരിക്കും. ആ സമയത്താണ് അവിടെ കുറച്ച് ഗുണ്ടകൾ വരുന്നത്. നന്ദിനിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. വേറെ എങ്ങോട്ടും അല്ല, ആ റിസോർട്ടിലെ ഒരു റൂമിൽ തന്നെയാണ് നന്ദിനിയെ മയക്കി കിടത്തിയിരിക്കുക.
ഈ സമയത്ത് അവളാണെങ്കില് സൂര്യയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സൂര്യക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു, കുടിപ്പിക്കുന്നു, സൂര്യയോട് സ്നേഹം തുറന്നു പറയും ഒക്കെ ചെയ്യുവാണ്. എന്നാ അവള് കരുതുന്നുണ്ടായിരിക്കില്ല സൂര്യയെ അന്വേഷിച്ച് പത്മയും അച്ഛനും അതുപോലെ സഹോദരിമാരും വരുന്നുണ്ടെന്ന്. അപ്രതീക്ഷിതമായിട്ട് പത്മയും അച്ഛനെയും കാണുമ്പോ പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട്. ചേ, ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ ദേഷ്യത്തിലായിരിക്കും. അങ്ങനെ സൂര്യ എന്ന് വിളിച്ച് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. റൂമാണെങ്കില് കറക്റ്റ് ആയിട്ട് അങ്ങ് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അവസാനം സൂര്യയെ കണ്ടെത്തുന്നു. സൂര്യയാണെങ്കില് ലെക്ക് കെട്ട് ആകെ ബോധം കെട്ടാണ് കിടക്കുന്നത്. സൂര്യ അവിടെ നിന്ന് എടുത്ത് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയെങ്കിലും സൂര്യ ഉണർത്തി എവിടെയാ നന്ദിനി എന്ന് ചോദിക്കണം. ഇതായിരിക്കും അച്ഛന്റെ ലക്ഷ്യം. അച്ഛൻ പല രീതിക്കും സൂര്യയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സൂര്യ എഴുന്നേക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ നന്ദിനിയെ അന്വേഷിക്കാനായിട്ട് അച്ഛനും ഒക്കെ ചെല്ലുന്നുണ്ട്. എവിടെ അന്വേഷിച്ചിട്ടും നന്ദിനിയെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. എവിടെയും നന്ദിനിയെ കാണുന്നുണ്ടായിരിക്കില്ല. പത്മയാണെങ്കിൽ പറയുന്നുണ്ട്, അവളെ ഒന്ന് കിട്ടട്ടെ, അവൾക്ക് ഞാൻ 4 കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ദേഷ്യത്തില് പറയുന്നു. എന്നാ നന്ദിനിയെ അന്വേഷിച്ച് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ആരതിയും ഭർത്താവും വരുന്നത്. അവരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ നന്ദിനിയെയും സൂര്യയെയും നിങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടത് ഈ റിസോർട്ടിലോട്ട്? എന്നിട്ട് നന്ദിനി എവിടെ? നന്ദിനിയോ? നന്ദിനി ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഒരു 10 മിനിറ്റ് ആയി കാണും. അതിനുള്ളില് അവൾ എങ്ങോട്ട് പോവാനാ? അവൾ ഇവിടെ തന്നെ കാണും. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ഇവിടെയൊന്നും നന്ദിനിയില്ല. സൂര്യ ആണെങ്കില് ബോധം കെട്ട് അവിടെ കിടക്കുന്നുണ്ട്. നന്ദിനി എവിടെ എന്ന് ചോദിക്കുന്നു. ആരതിയും ഭർത്താവും വളരെ സങ്കടത്തിലായിരിക്കും. എല്ലാവരും ചേർന്ന് വീണ്ടും നന്ദിനിയെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എവിടെയും നന്ദിനിയെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വല്ലാണ്ടങ്ങ് പേടിക്കുന്നുണ്ട്. ആരതി പറയുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. നമ്മള് ഈ റിസോർട്ടിന് അപ്പുറത്തുള്ള കടയിലോട്ടല്ലേ പോയത്? ഇത്ര സമയം കൊണ്ട് അവൾ എങ്ങോട്ട് പോവാനാ? നീ പേടിക്കാതിരിക്കെ, നന്ദിനി വേറെ എങ്ങോട്ടും പോയി കാണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. ഓരോ റൂമിലും കയറി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു റൂമിൽ നിന്ന് നന്ദിനിയെ കാണുന്നത്. ബോധരഹിതയായിട്ട് നന്ദിനി കിടക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് നന്ദിനിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. മുഖത്ത് വെള്ളമൊക്കെ തളിക്കുന്നു. നന്ദിനി കുറച്ചു നേരം നല്ല മയക്കത്തിലായിരിക്കും. പിന്നീട് കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറക്കുന്നതും പത്മ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എന്താടി, എന്താ ഇവിടെ നടക്കുന്നേ? നീ എന്തിനാ എന്റെ മോനുമായിട്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിക്കാം. ദേ പത്മം, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കെന്ന് അച്ഛൻ പറയുന്നു. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. എന്താ മോളെ, എന്താ ഉണ്ടായേ എന്ന് അച്ഛൻ ചോദിക്കാണ്. അത് പിന്നെ സാർ, അന്ന് നമ്മുടെ വീട്ടില് AC നന്നാക്കാനായിട്ട് ആള് വന്നില്ലേ? സ്വർണം മോഷ്ടിച്ചില്ലേ? അതിനുശേഷം എന്നെ തട്ടിക്കൊണ്ടുപോയി. അവര് തന്നെയാ എന്നെ ഇവിടെ പൂട്ടിയിട്ടെ എന്നൊക്കെ നന്ദിനി പറയുമ്പോ വല്ലാത്ത ഷോക്കിലായിരിക്കും അച്ഛൻ. ഇതൊന്നും സൂര്യ അറിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ അവസാനം സൂര്യയെ ഉണർത്തുന്നുണ്ട്. സൂര്യ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ നന്ദിനിയെയും സൂര്യയെയും വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് സൂര്യക്ക് ബോധം തെളിയുന്നുണ്ട്. സൂര്യയെ പതിയെ റൂമിലോട്ട് പിടിച്ചോണ്ട് പോവാനായിട്ട് അച്ഛൻ നന്ദിനിയോട് പറയുന്നു. നന്ദിനി പിടിച്ചു കൊണ്ടുപോകാൻ നേരത്ത് സൂര്യ ചോദിക്കുന്നുണ്ട്, നന്ദിനി, ഞാനിപ്പോ എങ്ങനെയാ ഇവിടെ എത്തിയത്? എന്താ നടന്നത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ നന്ദിനി പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയാം സൂര്യ സാറേ, സാറെന്തായാലും റൂമിലോട്ട് വായെന്നും പറഞ്ഞ് സൂര്യയെ താങ്ങി പിടിച്ചുകൊണ്ട് നന്ദിനി പോകുന്നുണ്ട്. എന്നാ നന്ദിനി സൂര്യയെ പിടിച്ചോണ്ട് പോകുന്നത് പത്മയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. ഇന്നേക്ക് 3 മാസം, അതിനുള്ളില് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുവടി എന്ന് പത്മ പറയുന്നു. അങ്ങനെ നന്ദിനി റൂമിലെത്തുന്ന സമയത്ത് സൂര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും എല്ലാം അറിയുമ്പോ സൂര്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. നന്ദിനി, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്ത് കുടിയാ സാറേ കുടിക്കുന്നേ? സാറിന് കുടിച്ചു കഴിഞ്ഞാല് ഒരു ബോധവുമില്ല. അങ്ങനെ നന്ദിനി പറയുന്നു. പിന്നീടായിട്ട് കാണിക്കുന്നത് പത്മത്തെയും മക്കളെയും ആയിരിക്കും. എല്ലാത്തിനും പുറകില് അവള് തന്നെയാ, ആ നന്ദിനി. അച്ഛ, അച്ഛന് ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം അവളോടാണ് അല്ലേ? എത്ര നാളായി ഞങ്ങൾ ഇവിടെ എങ്ങോട്ടെങ്കിലും ഹണിമൂൺ ട്രിപ്പോ എന്തെങ്കിലും ട്രിപ്പിന് പോയിട്ടുണ്ടോ? അച്ഛന് തോന്നിയോ ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാനായിട്ട്? ഒന്നും വേണ്ട, വല്ല റിസോർട്ടിലോട്ട് ഞങ്ങളെ പറഞ്ഞു വിടാൻ അച്ഛന് തോന്നിയോ? അതോ അച്ഛനിനി അവരാണോ വലുത്? ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട എന്ന്? അതുപോലെയല്ലല്ലോ അവര് രണ്ടുപേരും ഒന്നിക്കണം. ഓ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. എടി, എത്ര നാളായി നിന്നോട് പറയുന്നു ഒരു ഡോക്ടറെ പോയി കാണാനായിട്ട്? നിനക്കൊരു കുഞ്ഞുണ്ടായാല് ഇയാളുടെ എല്ലാതും മാറിയനെ. ഇതിപ്പോ നമ്മുടെ അനന്തരാവകാശിയായിട്ട് അവളുടെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കണം. അതാ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ?
നിങ്ങൾ ഇനി അതിനെന്തൊക്കെ ചെയ്താലും ഈ പത്മ അതിന് സമ്മതിക്കില്ല. ഈ വീട്ടില് അവളുടെ ഒരു കുഞ്ഞ് ജനിക്കില്ല, അതും എന്റെ മോനിൽ നിന്ന് എന്നൊക്കെ പത്മ പറയുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ പറയുന്ന സമയത്താണ് സൂര്യ വരുന്നത്. ആര് പറഞ്ഞു ജനിക്കില്ലാന്ന്? എന്നേക്ക് 10-ാം മാസം എന്റെ ഒരു രാജകുമാരിയോ അല്ലെങ്കിൽ ഒരു രാജകുമാരനോ ഇവിടെ ജനിച്ചിരിക്കും. എന്തൊക്കെയാടാ നീ പറയുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നാ ചേച്ചി പറയുന്നുണ്ട്. അതെന്താ, നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? നിന്റെ കുഞ്ഞ് വരുന്നതിന് മുൻപേ എന്റെ കുഞ്ഞ് വരുമെന്ന് പേടിച്ചിട്ടാണോ? എന്തായാലും ഇനി ഇവിടെ ഒറിജിനൽ രാജകുമാരി ആരാണെന്നറിയോ? എന്റെ മോളായിരിക്കും. മോളാണ് ജനിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായോ? ഒറിജിനൽ രാജകുമാരി. അച്ഛന് മനസ്സിലായില്ലേ ഇവിടുത്തെ രാജകുമാരി ഇപ്പൊ ആരാണെന്ന്? അത് മാറി ഇനി എന്റെ മോള് വരും എന്ന് നമ്മുടെ സൂര്യ പറയാ. എന്തായാലും ഞാൻ എന്റെ നന്ദിനിയുടെ അടുത്തോട്ട് പോട്ടെ, അവളെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയ എന്നും പറഞ്ഞ് സൂര്യ അങ്ങ് പോകുന്നു. ഇതാണെങ്കില് ആകെ ദേഷ്യത്തിലാണ് പത്മ നിന്ന് കാണുന്നത്. പത്മയ്ക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് മോള്, അമ്മേ, അവൻ എന്തോ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ 2 ദിവസം അവർക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ട്. അവനത് ഉറപ്പായ കാരണ ഇത്രയും ഉറപ്പിച്ച് അവൻ ഓരോന്ന് പറയുന്നേ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എന്നാ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അതെ, അമ്മയെ പറ്റിക്കാനായിട്ട് എന്തോ പറയുന്നതാ. അമ്മയെ ചൊടിപ്പിക്കാൻ അവൻ പലതും പറയും. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നേ. അതൊന്നുമല്ല, അവൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അമ്മേ. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഓ, നല്ല കാര്യം. അവളിവിടെ വന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞു. നിന്നെ കൊണ്ട് സാധിച്ചോ? എന്നിട്ടിപ്പോ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാന്ന്. മതിയടി, നിന്റെ ഒന്നും ഓരോ കാര്യങ്ങളും എനിക്കിനി കേൾക്കണ്ട. അമ്മേ, ഇത്തവണ അങ്ങനെയല്ല. അമ്മ അമ്മ ഇനി ടെൻഷൻ അടിക്കാതിരിക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.